Hi students, welcome back to our marketing management class. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ് മാർക്കറ്റിംഗ് ക്ലാസ്സുകളുമായിട്ട്. നമ്മുടെ രണ്ട് മൊഡ്യൂളുകളാണ് നമ്മൾ നേരത്തെ തീർത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. രണ്ട് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ്. ഒന്ന് ക്രിയേറ്റിംഗ് വാല്യൂ എന്ന് പറയുന്ന ടോപ്പിക്കും രണ്ടാമത്തത് ക്യാപ്ചറിങ് വാല്യൂ എന്ന് പറയുന്ന ടോപ്പിക്കുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, വീണ്ടും നമ്മൾ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂവിനെ കുറിച്ചിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഡെലിവറിങ് വാല്യൂ. ഡെലിവറിങ് വാല്യൂ ഓർ ഇറ്റ് ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഡിസ്ട്രിബ്യൂഷൻ? എന്താണ് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത? എന്തിനാണ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചെയ്യുന്നത്? We have designed a product in a decent and a nice way, and we see that it is very acceptable to the consumer, and at the same time we have priced that product or service, and now it's a time for delivering it to the consumers. Then how this distribution is very important in this marketing process, why it is important, and what all steps we have to take for completing this distribution activity എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, യു നോ ദാറ്റ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് വിച്ച് ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പ്രൊഡ്യൂസർ or which is at the place of producer to the place of a consumer. പ്രൊഡ്യൂസറുടെ പ്ലേസിൽ നിന്നും കൺസ്യൂമറുടെ പ്ലേസിലേക്ക് പ്രൊഡക്റ്റിനെയോ സർവീസുകളെയോ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസ്ട്രിബ്യൂഷൻ ഓർ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഫിസിക്കൽ എന്നുള്ള പേര് അവിടെ വരാൻ കാരണം ഫിസിക്കലായിട്ടുള്ള അതിൻ്റെ എക്സിസ്റ്റൻസിന്, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസിനെ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് മാറ്റുക. ആ മാറ്റുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. യു നോ ദാറ്റ് ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല, അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ നമ്മൾ പ്രൈസ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല, പാക്ക് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല, ബ്രാൻഡ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇറ്റ് ഷുഡ് ബി അവൈലബിൾ ടു ദ കൺസ്യൂമർ വെൻ ഇറ്റ് ഈസ് നീഡഡ് ബൈ ദം, ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ബി അവൈലബിൾ അറ്റ് ദ പ്ലേസ് വിച്ച് ഈസ് കൺവീനിയൻറ്റ് ടു ദ കൺസ്യൂമർ അല്ലേ? കൺസ്യൂമേഴ്സിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത്, കൺസ്യൂമേഴ്സിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത്. ഇത് രണ്ടിനാണ് ഇവിടെ ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളത്. രണ്ട് കോൺസെപ്റ്റുകൾ, ടൈം ആസ് വെൽ ആസ് പ്ലേസ്. ഈ രണ്ട് കാര്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് കാര്യങ്ങളുമാണ്. ആൻഡ് ഇൻ അനദർ സെൻസ് വി ക്യാൻ സേ ദാറ്റ് this distribution satisfies the time value as well as place value. ടൈം വാല്യൂവും പ്ലേസ് വാല്യൂവും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. യു നോ ദാറ്റ് വാട്ട് ഈസ് ടൈം വാല്യൂ. ടൈം വാല്യൂ മീൻസ് ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ പ്രോഡക്റ്റ് ടു സാറ്റിസ്ഫൈ ദ needs of consumer, that it must be available in the correct time, that is when it is needed by the consumer. സോ അതാണ് ടൈം വാല്യൂ എന്ന് പറയുന്നത്. എപ്പോഴാണോ അത് ആവശ്യപ്പെടുന്നത്, എപ്പോഴാണോ അത് കൺസ്യൂമേഴ്സിന് വേണ്ടത്, ആ സമയത്ത് അത് അവൈലബിൾ ആക്കുക. അതുതന്നെയാണ് പ്ലേസ് വാല്യൂ എന്ന് പറയുന്നതും. ഏത് സ്ഥലത്താണോ അല്ലേ, ഏത് സ്ഥലത്താണോ വേണ്ടത്. അപ്പോൾ ഇങ്ങനെ സ്ഥലത്തിനെക്കുറിച്ചും സമയത്തിനെക്കുറിച്ചും നമ്മൾ പറയുന്ന സമയത്ത് അവിടെ രണ്ട് പ്രോസസ്സുകളാണ് ഈ ഡിസ്ട്രിബ്യൂഷനിൽ മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരിക. ഏതൊക്കെയാണ് ആ രണ്ട് പ്രോസസ്സുകൾ? ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് storage and next one is transportation. രണ്ട് വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ? ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രണ്ട് യൂട്ടിലിറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത്. ഏതൊക്കെയത്? ടൈം യൂട്ടിലിറ്റി ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റി. ഈ രണ്ട് യൂട്ടിലിറ്റീസിനാണ് ഇവിടെ പ്രാധാന്യമുള്ളത്. വേറെ യൂട്ടിലിറ്റീസ് ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളതല്ല, എങ്കിലും ഈ രണ്ട് യൂട്ടിലിറ്റീസിനാണ് ഇമ്പോർട്ടൻസ് കൂടുതലുള്ളത്. അറ്റ് ദ സെയിം ടൈം ഈ രണ്ട് യൂട്ടിലിറ്റീസിന് ഇമ്പോർട്ടൻസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവിടെ രണ്ട് പ്രോസസ്സുകളാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരുന്നത്. ആൻഡ് ദാറ്റ് ടു പ്രോസസ്സസ് ആർ storage
and transportation. And why we should think about this storage? എന്തുകൊണ്ട് സ്റ്റോറേജ് ഇമ്പോർട്ടൻ്റ് ആവുന്നു? ബിക്കോസ് എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു നേരത്തെ അല്ലേ, ടൈമിൽ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ടൈമിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദ പ്രൊഡക്ഷൻ ഷുഡ് ബി ഡൺ ബിഫോർ ഹാൻഡ്, ബിഫോർ ദ ഡിമാൻഡ് അറൈസസ് അല്ലേ. ഡിമാൻഡ് ഉണ്ടാവുന്നതിന് മുമ്പേ തന്നെ പ്രൊഡക്ഷൻ നമ്മൾ ചെയ്തിരിക്കണം. എന്നാലാണ് ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ ആ സമയത്ത് വെൻ ഇറ്റ് ഈസ് നീഡഡ് ബൈ ദ കൺസ്യൂമേഴ്സ്, ആ സമയത്ത് നമുക്കത് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ. അതുകൊണ്ടാണ് ഈ സ്റ്റോറേജിന് ഇമ്പോർട്ടൻസ് വരുന്നത്. അതല്ല കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡ് നോക്കട്ടെ, അവർ എപ്പോഴാണ് ഡിമാൻഡ് ഉണ്ടാവണമെന്ന് നോക്കട്ടെ, അപ്പം നമുക്ക് ചെയ്യാം എന്ന് നമ്മൾ കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അവരുടെ ഡിമാൻഡ് റൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, കൊടുക്കാൻ സാധിക്കണമെന്നില്ല. മനസ്സിലായോ? അപ്പോൾ ഡിമാൻഡ് റൈസ് ചെയ്യുന്നതിന് മറിക്കാൻ വി ഷുഡ് ഒരുപാട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടി വരും. വെറുതെ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല അല്ലേ. എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഇത് കൂടിയാലും കുഴപ്പമാണ്. കൂടുതൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ച് സ്റ്റോറേജിൽ നമ്മുടെ ഗോഡൗണിൽ കീപ്പ് ചെയ്തിട്ടും കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു ദൂഷ്യവശം നമുക്കറിയാം. എന്താ അതിൻ്റെ പ്രശ്നം? എന്താ? നമ്മുടെ ഫണ്ട് ഇറ്റ് മേ ബി ലോക്ക്ഡ്, ഇറ്റ് മേ ബി ബ്ലോക്ക്ഡ് ഇൻ ദാറ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലേ. സ്റ്റോർ ചെയ്തിട്ടുള്ള ഫിനിഷ്ഡ് ഗുഡ്സിൽ ബ്ലോക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ അതർ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്. അപ്പോൾ അതുണ്ടാവാൻ പറ്റില്ല. അപ്പോൾ ഓവറായിട്ട് സ്റ്റോർ ചെയ്തിട്ട് കാര്യമില്ല. അതേസമയം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് വേണ്ടത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഹോംവർക്ക് നമ്മൾ ചെയ്യണം. അതിൻ്റേതായിട്ടുള്ള പ്ലാനിങ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്കതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അറ്റ് ദി സെയിം ടൈം അങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡ് റൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അത് ആ ടൈമിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമതായിട്ട് അവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ട്രാൻസ്പോർട്ടേഷൻ. Transportation is also very important. If the producers and consumers, they are in far away places, അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയമാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അകലം കൂടുന്തോറും ഗ്യാപ്പ് കൂടുന്തോറും ട്രാൻസ്പോർട്ടേഷൻ കാര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചിന്തിക്കേണ്ടതായിട്ട് വരും അല്ലേ. യു നോ വാട്ട് ഈസ് ട്രാൻസ്പോർട്ടേഷൻ? വി ക്യാൻ സെലക്ട് എനി മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ദർ ആർ വേരിയസ് മോഡേൺ traditional and advanced methods of transportation. I can select any one, but at the same time we should see that the cost of transportation is minimum, and at the same time we are able to reach the products and services in the correct place without any hindrance. അതുകൂടി നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒത്തു നോക്കിയിട്ട് കോസ്റ്റ് മിനിമം ആയിരിക്കണം, ആൻഡ് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കൃത്യമായിട്ടുള്ള പ്ലേസിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രോഡക്ട്സ് ആർ റീച്ചിങ് ഈവൻ റിമോട്ട് ഏരിയാസ്, റിമോട്ട് വില്ലേജസ്, ഒട്ടും ഡെവലപ്പ് ചെയ്യാത്ത വില്ലേജസുകളിലേക്ക്, റിമോട്ട് ഏരിയാസിലേക്കും കൂടെ കടന്നു ചെല്ലാനായിട്ട് ഇന്നത്തെ MNCസിൻ്റെ പ്രോഡക്ട്സിന് വരെ കഴിയുന്നുണ്ട്. ആൻഡ് അത് കഴിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു രഹസ്യം എന്ന് പറയുന്നത് നമുക്ക് എന്ത് അവൈലബിൾ ആയതുകൊണ്ടാണ്. ഇഷ്ടം പോലെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ. ഓക്കെ, അപ്പോൾ ടൈം വാല്യൂവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, പ്ലേസ് വാല്യൂവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, സ്റ്റോറേജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് യു മേ ഹാവ് ഹേർഡ് അബൌട്ട് ദ ഇമ്പോർട്ടൻറ്റ് വേർഡ്, ദാറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. നമുക്കറിയാവുന്നൊരു വാക്കാണ്, നിങ്ങൾ കേട്ടുപരിചയമുള്ളൊരു വാക്കാണ്, ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. Distribution channel. And what do you mean by distribution channel? Distribution channel means the channel through which, or the way through which we are going to transmit our product or services to the consumers. That is distribution channel. ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്, ഏത് ചാനൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഡക്ട്സ് പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നും കൺസ്യൂമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്, ആ ഒരു ചാനലിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ് വിതൗട്ട് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ അല്ലേ. ഡിസ്ട്രിബ്യൂഷൻ ചാനലില്ലാതെ ഡിസ്ട്രിബ്യൂഷൻ ഇല്ല, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നടക്കില്ല. വി ഷുഡ് സെലക്ട് എനി മോഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. ദർ ആർ വേരിയസ് ലെവൽസ് ഓഫ് ചാനൽസ്. അത് നമുക്ക് പഠിക്കാം എന്തൊക്കെയാണെന്നുള്ളത്.
അപ്പോൾ ആ ചാനൽസിൻ്റെ ബേസിസിലാണ് ചാനൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ചാനലുകളിലൂടെയാണ് പ്രൊഡക്ട്സ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. Okay, and these channel consist of various members, various participants, various organizations, retailers, wholesalers, agencies, franchisees. There are so many terms connected with this distribution channel, and പഠിക്കാൻ നമുക്ക് പിന്നീട്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട വാക്കുകൾ, ടേംസുകൾ. അതാണ് നമ്മൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈസിലി പഠിക്കാവുന്ന ചാപ്റ്ററൊക്കെയാണ്, പ്രശ്നമില്ല. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ സ്റ്റഡി ദ ഡെഫിനിഷൻ ഫോർ ഡിസ്ട്രിബ്യൂഷൻ. ഡെഫിനിഷൻ ഫോർ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷനാണ് ആദ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. ആൻഡ് in your textbook there is a definition given by W.J. Stanton, and according to him, physical distribution involves the management of the physical flow of products and the establishment and operation of flow system. Okay, and according to W.J. Stanton, what is physical distribution? It involves the management of the physical flow of products. ഫിസിക്കൽ ഫ്ലോ ഓഫ് പ്രോഡക്ട്സിനെ മാനേജ് ചെയ്യുന്ന പ്രവൃത്തിയെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ദ ഓപ്പറേഷൻ ഓഫ് ദ ഫ്ലോ സിസ്റ്റം. അതെങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ആ ഒരു ഫ്ലോ സിസ്റ്റത്തിനെ എങ്ങനെയാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളതിനെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു മാനേജ് ചെയ്യുന്നതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും കൂടി വരുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഒരു ചെറിയൊരു ഡെഫിനിഷനാണ്. അതുകൊണ്ടാണ് ആ ഡെഫിനിഷൻ നമ്മൾ സെലക്ട് ചെയ്തത്. അതിനെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, സോ പ്ലീസ് സ്റ്റഡി ദ ഡെഫിനിഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ? എന്താണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്? ഫോർ വാട്ട് വി ആർ ഡൂയിങ് ദിസ് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ? Because our aim for a producer or for a marketer, the main aim is to reach the products or services to the hands of the consumer. For that purpose, this physical supply or physical distribution is very necessary. At the same time, we have to ensure the time and place utility to the consumers. It should be reached to the consumers at the correct time as well as in a convenient place, so that we have to design a suitable physical distribution method. And at the same time, we have to see that it is done in a convenient at the same time in a cost-effective method. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡിലൂടെയാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. നേരത്തെ ഞാൻ പറഞ്ഞു സ്റ്റോറേജ്, അറ്റ് ദ സെയിം ടൈം ട്രാൻസ്പോർട്ടേഷൻ. ഇതൊന്നും നമുക്ക് അതിൻ്റെ കോസ്റ്റ് കൂടാനായിട്ട് പാടില്ല. കോസ്റ്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് അതിൻ്റെ പ്രൈസിങ്ങിന് അതെന്ത് ചെയ്യും, ബാധിക്കും. അത് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് ആൾക്കാരുണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ മാക്സിമം കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ടൈം യൂട്ടിലിറ്റിയും പ്ലേസ് യൂട്ടിലിറ്റിയും ഉറപ്പുവരുത്തിക്കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമ്മൾ എയിം ചെയ്യുന്നത്. ടു മിനിമൈസ് ദ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ഇസ് എ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്. സെക്കൻഡ് വൺ, ടു ഫിൽ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ. To fill the gap between the producer and consumer. If they are at far away places, we have to, this producer has to send it to the consumer. It's very necessary. Then for that purpose, this distribution is important. To provide time and place utility to goods and to increase the profit margin. To increase the profit margin, profitability of the concern can be increased if only if there is an active as well as effective method of distribution. അല്ലെ, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എത്ര നല്ല ഗുഡ്സ് ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കൺസ്യൂമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കേണ്ട സമയത്ത് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ, എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും തന്നെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കില്ല, നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ടു ഇൻക്രീസ് സെയിൽസ് വോളിയം, ടു പ്രൊവൈഡ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ, ടു മിനിമൈസ് ഇൻവെൻ്ററി
ലെവൽ, ഇൻവെൻ്ററി ലെവൽ. യു നോ വാട്ട് ഈസ് ഇൻവെൻ്ററി ലെവൽ? ഇൻവെൻ്ററി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ സ്റ്റോക്കിൻ്റെ ലെവൽ, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്കിൻ്റെ ലെവൽ, അതാണ് ഇൻവെൻ്ററി ലെവൽ എന്ന് പറയുന്നത്. അത് നേരത്തെ ഞാൻ അതിൻ്റെ ഒരു കാരണം പറഞ്ഞിരുന്നു അല്ലേ. ഇൻവെൻ്ററി ലെവൽ ഒരുപാടുണ്ടായിട്ട് കാര്യമില്ല, നമ്മുടെ പൈസ അതിൽ കെട്ടിക്കിടക്കാൻ പാടില്ല. കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് പ്രൊഡക്റ്റീവായിട്ടുള്ള വേറെ പർപ്പസുകൾക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ്. അതുണ്ടാവാൻ പാടില്ല. ഒരു നോർമലായിട്ടുള്ള ഇൻവെൻ്ററി മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുള്ളൂ. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് physical distribution. And next we can see the importance of physical distribution. Why it is said that physical distribution is very important. എന്തുകൊണ്ടാണ് physical distribution important ആയിട്ടുള്ളത്? At the same time we can see that it gives the time utility, it gives the place utility to the consumers, it gives the maximum satisfaction to the consumers. അല്ലേ, അതുകൊണ്ടൊക്കെയാണ് അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ആൻഡ് കൺസ്യൂമേഴ്സ് ആർ they should not waste their time by seeking or searching for the product. അല്ലേ, കൃത്യമായിട്ടുള്ള സമയത്ത് അത് കൃത്യമായിട്ടുള്ള സ്ഥലത്ത് അത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവരത് അന്വേഷിച്ച് നടന്ന് ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല. ആൻഡ് ഇറ്റ് വിൽ സാറ്റിസ്ഫൈ ദം ആൻഡ് ഇറ്റ് മേ കോസ് എ ഡിലൈറ്റ് ടു ദ കസ്റ്റമേഴ്സ്. തീർച്ചയായിട്ടും അതുണ്ടാവും. ആൻഡ് ഇറ്റ് വിൽ ഓൾസോ ഇൻക്രീസ് അവർ ഇമേജ്, ഓർഗനൈസേഷൻ ഇമേജ് വിൽ ബി ഇൻക്രീസ്ഡ്. And at the same time it can be done in a cost effective method, and it will help our pricing methods. നമ്മുടെ പ്രൈസിങ്ങിനെ അത് സഹായിക്കും അല്ലേ. നല്ല രീതിയിൽ പ്രോഡക്റ്റിനെ പ്രൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു നോർമൽ പ്രൈസ്, അതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റൊക്കെ കൂടിക്കഴിഞ്ഞാൽ പ്രൈസിങ് നല്ല രീതിയിൽ ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ മനസാക്ഷിക്ക് എതിരായിട്ടായിരിക്കും നമ്മൾ പ്രൈസിങ് ചെയ്യേണ്ടി വരിക. തീർച്ചയായിട്ടും കൺസ്യൂമേഴ്സിന് അത് താങ്ങാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ അവരത് എന്ത് ചെയ്യില്ല, വാങ്ങിക്കില്ല അല്ല. അപ്പം അങ്ങനെ കണക്റ്റഡായിട്ട് കിടക്കുന്ന ഒരുപാട് കാരണങ്ങളുണ്ട് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇമ്പോർട്ടൻസിനെ കാണിക്കുന്നത്. ആ കാരണങ്ങളാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. ക്രിയേഷൻ ഓഫ് ടൈം ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റീസ് ടു ഗുഡ്സ് ഈസ് വൺ ഓഫ് ദി important reason for the importance of physical distribution. Second one, a reduction in the cost of distribution. Third one, a reduction of selling price. Selling price can be reduced. Next one, coordination between demand and supply. Demand and supply. Demand സപ്ലൈയും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എന്തുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ. അതല്ലാതെ തന്നെ ഡിമാൻഡ് ഒരു വഴിക്കും സപ്ലൈ വേറൊരു വഴിക്കും പോകും അല്ലേ. ഡിമാൻഡ് ഉണ്ടാവുമ്പോഴാണ് സപ്ലൈ ഉണ്ടാവേണ്ടത്. അത് തമ്മിലൊരു ചേർച്ച വേണം. അതല്ലാതെ രണ്ട് രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കില്ല. അത് ഇപ്പോൾ ഡിമാൻഡ് വരുന്ന സമയത്ത് സപ്ലൈ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, അവിടെ ഡിസ്ട്രിബ്യൂഷൻ അവിടെ വേണം. ആൻഡ് നെക്സ്റ്റ് വൺ, ബെറ്റർ കസ്റ്റമർ സർവീസ്. നല്ല കസ്റ്റമർ സർവീസ് നമുക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം എന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സിസ്റ്റം അവിടെ വേണം. ആൻഡ് നെക്സ്റ്റ് വൺ, സ്റ്റെബിലിറ്റി ഓഫ് പ്രൈസസ്, ഇൻക്രീസ്ഡ് മാർക്കറ്റ് ഷെയർ. ഇൻക്രീസിങ് ഓഫ് മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ചെയ്യാനായിട്ട്. മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഹൗ മച്ച് വി ആർ കോൺട്രിബ്യൂട്ടിങ് ടു ദ ടോട്ടൽ മാർക്കറ്റിലേക്ക് എത്ര നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് മേ ബി 25%, ഇറ്റ് മേ ബി 30%, ഇറ്റ് മേ ബി 80%, 90%. ഈ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഷെയർ, മാർക്കറ്റ് ഷെയർ. ആ മാർക്കറ്റ് ഷെയർ പലപ്പോഴും എന്തിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്, ഡിസ്ട്രിബ്യൂഷനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ all these points says that this physical distribution is very important to an organization. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ഇവിടെ നമ്മൾ കണ്ടു. ആൻഡ് നെക്സ്റ്റ് വി ക്യാൻ സീ, നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ വരുന്നത്. ദാറ്റ് ഈസ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. വാട്ട് യു മീൻ ബൈ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ? എന്താണ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ? നമ്മൾ ഏത് വഴിയിലൂടെയാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ. ഡിസ്ട്രിബ്യൂഷൻ വേണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് മനസ്സിലായി. ആ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന വലിയൊരു പ്രോസസ്സിൻ്റെ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്തെന്ന് പറയുന്നത്, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് ഡിസൈൻ എ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ.
ചാനൽ എന്തിലൂടെ, ഏത് മെത്തേഡിലൂടെ, ഏത് വഴിയിലൂടെ നമ്മൾ ട്രാൻസ്ഫറിങ് നടത്തണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, തീരുമാനിക്കണം. ആ വഴി എന്ന് പറയുന്നത് ഓർഗനൈസേഷനും, അതായത് പ്രൊഡ്യൂസർക്കും ബയർക്കും ഏറ്റവും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള വഴിയായിരിക്കണം, അല്ലേ? എങ്കിൽ മാത്രമേ അത് കൺവീനിയൻ്റ് ആണ് അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ചാനൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ചാനൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇഷ്ടത്തിന് എന്ന് പറയുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ടുള്ള പഠനങ്ങളിലൂടെ മാത്രമേ നമുക്ക് ആ ചാനൽ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കൂ. ചാനലിൽ ഉണ്ടായിരിക്കുന്നത് ആരാണ്? അവിടെ ഒരുപാട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടായിരിക്കാം, അവിടെ ഓർഗനൈസേഷൻസ് ഉണ്ടായിരിക്കാം, അല്ലേ? ആ ചാനലിൽ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, ഇവരൊക്കെ ചാനലിൽ വരുന്ന ആൾക്കാരാണ്, ചാനൽ മെമ്പേഴ്സാണ്, അല്ലേ? ഹോൾസെയിലേഴ്സ്, റീറ്റെയിൽ, ഇവരാണ് പ്രധാനപ്പെട്ട 2 വിഭാഗങ്ങൾ എന്ന് പറയുന്നത് ചാനലിലത്തെ, അല്ലേ? ഹോൾസെയിലേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ആരാണ് ഹോൾസെയിലേഴ്സ്? ഇപ്പോൾ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ബൾക്കായിട്ട് പ്രോഡക്ട്സ് ഹോൾസെയിലേഴ്സിനായിരിക്കാം ചിലപ്പോൾ ആദ്യമായിട്ട് എന്ത് ചെയ്യണത്, കൊടുക്കുന്നത്. ആൻഡ് ആ ഹോൾസെയിലേഴ്സ് ആയിരിക്കും വീണ്ടും ചെറിയ ക്വാണ്ടിറ്റീസിൽ അത് എന്ത് ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ ബയേഴ്സിന് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത് അവർ ഇൻഡിവിജ്വൽസ് ആയിരിക്കണം എന്നില്ല, സ്ഥാപനങ്ങളായിരിക്കാം. അപ്പോൾ ആ സ്ഥാപനങ്ങളും അവർ ചെയ്യുന്ന സേവനങ്ങളും ഒക്കെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അവർ പലവിധ സേവനങ്ങൾ നമുക്ക് വേണ്ടി, പ്രൊഡ്യൂസർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. പല സേവനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിൽ നിന്നും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, കൺസ്യൂമേഴ്സിനെ കുറിച്ച് പഠിക്കുക, കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡിനെ അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റ് നടത്തുക, ഓക്കെ, പ്രൈസിങ് നടത്തുക, അവരുമായിട്ടുള്ള കോൺട്രാക്റ്റുകൾ എൻ്റർ ചെയ്യുക, അവരുടെ കൊട്ടേഷൻസ്, അവരുടെ ഓർഡേഴ്സ് റിസീവ് ചെയ്യുക, ഇതൊക്കെ ചാനലിലെ ആൾക്കാർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫങ്ഷൻസാണ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ചാനൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ തലവേദന കുറേയൊക്കെ കുറയും, അല്ലേ? പ്രൊഡ്യൂസർ നന്നായിട്ടൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു, ബട്ട് അറ്റ് ദ സെയിം ടൈം അതിന് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്കും കൂടെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അഡീഷണൽ വർക്കായിരിക്കും, അല്ലേ? പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ബെനിഫിഷ്യലാണ്, കൺസ്യൂമേഴ്സിനും ബാക്കിയുള്ളവർക്കും അത് ബെനിഫിഷ്യലാണ്. അപ്പോൾ അവരുടെ ആ ഒരു തലവേദന കുറയ്ക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ചെയ്യുന്ന പണി, ആ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു പണി കുറച്ചും കൂടി എക്സ്പെർട്ടൈസോട് കൂടിയിട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഇതും കൂടി ഈ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, സാധിക്കുന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഡിസ്ട്രിബ്യൂഷനെ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഡിസൈൻ. അറ്റ് ദ സെയിം ടൈം നമ്മൾ അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം സംടൈംസ് ഹി മേ go to direct marketing or direct selling. കൺസ്യൂമേഴ്സിന് ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഇൻ ദോസ് കേസസ് ദിസ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോട്ട് അറ്റ് ഓൾ ഇമ്പോർട്ടൻറ്റ്. അവിടെ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ ആവശ്യം തന്നെ വരുന്നില്ല. ബിക്കോസ് വി ആർ പ്രൊഡ്യൂസിങ്, ദ പ്രൊഡ്യൂസേഴ്സ് ആർ പ്രൊഡ്യൂസിങ് ആൻഡ് ദേ ആർ ഡയറക്ട്ലി സെല്ലിങ് ഇറ്റ് ടു ദി കൺസ്യൂമേഴ്സ്, സെല്ലിങ് ഇറ്റ് ടു ദി ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ്. There is no intermediary, there is no factors which links the gap between producer and marketers. So there is no need of channel of distribution. അപ്പോൾ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ ആവശ്യം തന്നെ അവിടെ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അപ്പോൾ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആവശ്യം വരുന്നത് ആർക്കാണ്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള, ഡയറക്റ്റ് അല്ലാത്ത മാർക്കറ്റിംഗ് ഉദ്ദേശിക്കുന്ന പ്രൊഡ്യൂസേഴ്സാണ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ ആവശ്യം എന്ത് ചെയ്യുന്നത്, വരുന്നത്. Okay, members of the distribution channel may be agents, brokers, commission agents, merchants like wholesalers, retailers, etc. or facilitators like warehouses, transport companies, etc. It's a network of institutions. പല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പം നമ്മൾ കുറേ പേരുകൾ കേട്ടു അല്ലേ? ഏജൻറ്റുമാരായിരിക്കാം, മർച്ചൻസ് ആയിരിക്കാം, ഫ്രാഞ്ചൈസീസ് ആയിരിക്കാം, ഏജൻറ്റ്സ് ആയിരിക്കാം, ഹോൾസെയിലേഴ്സ് ആയിരിക്കാം, റീറ്റെയിലേഴ്സ് ആയിരിക്കാം, ട്രാൻസ്പോർട്ടിംഗ് ഏജൻറ്റ്സ് ആയിരിക്കാം. ഇവരുടെയൊക്കെ ഒരു കൂട്ടായ്മ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ദിസ്
ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. സോ യു ഷുഡ് not be confusing with these two words, that is physical distribution and channel of distribution. രണ്ടാണ്. അതൊരിക്കലും നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവരുത് അവിടെ. അതൊന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത്. രണ്ടാണ്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതേസമയം ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതൊരു ആക്ടിവിറ്റിയാണ്, അതൊരു ഫാക്ടറാണ്. അപ്പോൾ ആ പ്രോസസ്സിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്. ആൻഡ് യു ക്യാൻ സീ ദ ഡെഫിനിഷൻ ഹിയർ. ആൻഡ് I think again there is a definition given by W.J. Standen. W.J. Standൻ്റെ ഒരു ഡെഫിനിഷൻ വീണ്ടും അവിടെ കിടക്കുന്നുണ്ട്. You can take that definition. The distribution channel consists of a set of people and firms involved in the transfer of title to a product as the product moves from the producer to ultimate consumer or business user. The distribution channel consists of, ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് പീപ്പിൾ, കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടാവും. ആൻഡ് ഫേംസ്, സ്ഥാപനങ്ങൾ അവിടെ ഉണ്ടാവും. ഇൻവോൾവ്ഡ് ഇൻ എന്തിൽ വ്യാപൃതരായിരിക്കുന്ന? ഇൻവോൾവ്ഡ് ഇൻ ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഓഫ് എ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിൻ്റെ ടൈറ്റിൽ എന്ന് വെച്ചാൽ ഉടമസ്ഥതാവകാശം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ആ പ്രോഡക്റ്റിൻ്റെ ടൈറ്റിൽ സെല്ലറുടെ അടുത്തുനിന്ന് ബയറിൻ്റെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിൽ ആസ് ദ പ്രോഡക്റ്റ് മൂവ്സ് ഫ്രം ദ പ്രൊഡ്യൂസർ ടു ദി അൾട്ടിമേറ്റ് കൺസ്യൂമർ. പ്രോഡക്റ്റ് പ്രൊഡ്യൂസറുടെ അടുത്ത് നിന്ന് അൾട്ടിമേറ്റ് കൺസ്യൂമറുടെ അടുത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസറുടെ കയ്യിലിരിക്കുന്ന ഉടമസ്ഥതാവകാശം ബയറുടെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രത്യേക ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്ഥാപനങ്ങളെയും അതോടൊപ്പം തന്നെ ആൾക്കാരെയും ഉൾക്കൊള്ളുന്ന സംഭവമാണ് എന്തെന്ന് പറയുന്നത് ദിസ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ, ദിസ് ഡെഫിനിഷൻ ഇസ് ഗിവൺ ബൈ W.J. Standen. ഓക്കെ, രണ്ട് ഡെഫിനിഷനും നമ്മളിപ്പോൾ W.J. Standൻ്റെ ഡെഫിനേഷനാണ്. വേറെ ഡെഫിനേഷൻസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. വെരി ഈസ് കൺവീനിയൻറ്റ്, യു ക്യാൻ സ്റ്റഡി ദാറ്റ് ഡെഫിനേഷൻ. അവിടെ തെറ്റൊന്നുമില്ല, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം, അത് നിങ്ങളുടെ ചോയ്സാണ്. ബട്ട് യു ഷുഡ് സ്റ്റഡി വൺ ഡെഫിനിഷൻ ഫോർ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആസ് വെൽ ആസ് ഫോർ ദിസ് channel of distribution. And next we can see the importance of channels of distribution. എന്താണ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, എന്താണ് അതിൻ്റെ പ്രത്യേകത, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? തീർച്ചയായിട്ടും ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് the channel of distribution should be that much responsible to distribute the products and services to the consumers as they are the real owners or as they are the real producers of the products. അല്ലേ, അവരത്രത്തോളം റെസ്പോൺസിബിൾ ആണ്. ബിക്കോസ് പ്രൊഡ്യൂസറും കൺസ്യൂമറും തമ്മിലുള്ളൊരു ഗ്യാപ്പാണ് അവരെന്ത് ചെയ്യണത്, ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ലിങ്ക് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസർ എങ്ങനെ ചിന്തിക്കുമോ, പ്രൊഡ്യൂസർ എത്രത്തോളം റെസ്പോൺസിബിൾ ആണോ, പ്രൊഡ്യൂസർ ഏതൊക്കെ ആക്ടിവിറ്റീസ് എടുക്കുമോ, അതിനൊക്കെ ആ രീതിയിലൊക്കെ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? ഡിസ്ട്രിബ്യൂഷൻ ചാനലിലുള്ള ആൾക്കാരുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രൊഡ്യൂസറിൻ്റെ പകുതി തലവേദന ഇല്ലാതാക്കുന്ന ആൾക്കാരാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനലിലുള്ളവർ. സോ പ്രൊഡ്യൂസർ ചിന്തിക്കുന്ന അതേ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമാണ് ആര്? ഡിസ്ട്രിബ്യൂഷൻ ചാനലിലുള്ള ആൾക്കാർ. ചാനൽ മെമ്പേഴ്സ് റിലീവ് ദ പ്രൊഡ്യൂസേഴ്സ് ഫ്രം ദ trouble of distribution so that they can concentrate only on production, and they purchase goods from several producers and assemble them. Okay, and again it is അവിടെ ഒരു വാർണിംഗ് പോലെ തന്നിരിക്കുകയാണ്. there is a clear cut difference between channel of distribution as well as physical distribution. and physical distribution എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളത് അവിടെ കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓർഡർ പ്രോസസ്സിംഗ്, വെയർ ഹൗസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ,
inventory control, bulk purchasing, etc. Both channel of distribution and physical distribution, it constitute the distribution system. രണ്ടും ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആയാലും ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആയാലും എന്തിൻ്റെ ഭാഗമാണ്? ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ തന്നെ ഭാഗമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്കവിടെ ചെയ്യാനുണ്ട്. കാര്യം നിങ്ങളത് രണ്ടും തമ്മിലുള്ള അർത്ഥം വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഡിസ്ട്രിബ്യൂഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ തന്നെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സും ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിലുള്ള ആൾക്കാരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ആ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നല്ല രീതിയിൽ അവിടെ ഇൻവോൾവ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. ദാറ്റ് ഈസ് ഓർഡർ പ്രോസസ്സിങ്. യു നോ വാട്ട് ഈസ് ഓർഡർ പ്രോസസ്സിങ്? വി ഷുഡ് റിസീവ് ദ ഓർഡേഴ്സ് ഫ്രം ദി കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ ഓർഡേഴ്സ് നമ്മൾ റിസീവ് ചെയ്യണം. ആൻഡ് വി ഷുഡ് സീ ദാറ്റ്, വി ഷുഡ് സ്ക്രൂട്ടനൈസ് ദാറ്റ് ഓർഡർ. ആൻഡ് അതിൽ നമുക്ക് ഒമിറ്റ് ചെയ്ത് കളയേണ്ടത് അല്ലെങ്കിൽ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ റിസീവ് ചെയ്യരുത്. അല്ലേ, നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, ചില ഓർഡേഴ്സൊന്നും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. സാധിക്കുന്നില്ലെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റണം? റിജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം വെയർ ഹൗസിങ്ങിനുള്ള നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ച സാധനങ്ങൾ വെയർ ഹൗസിങ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ നോക്കണം. ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ നോക്കണം. ഇൻവെൻട്രി കൺട്രോൾ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഓവർ ഇൻവെൻട്രി ഉണ്ടാവരുത്, അണ്ടർ ഇൻവെൻട്രി അതുണ്ടാവരുത്. ബൾക്ക് പാക്കിംഗ് എങ്ങനെയാണ് നമ്മൾ ബൾക്കായിട്ട് ഒരുമിച്ചൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഹോൾസെയിലേഴ്സിനാണ് വിൽക്കുന്നതെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് ബൾക്കായിട്ട് പാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഈ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിലും അതോടൊപ്പം തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗമായും നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട എന്താണ് ഘടകങ്ങളാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ആൻഡ് next we can see the value networks. And what do you mean by value network? Value network means this supply chain managementൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ supplier of raw materials to the end, that is when it is given to the consumers, to the ultimate consumer, when it is reached to the ultimate consumers. അങ്ങനെ വാല്യൂവിൻ്റെ ഒരു കൂട്ടായ്മ, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യേണ്ടത്, നടക്കേണ്ടത്. നമുക്കറിയാം അല്ലേ, നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? വി ഷുഡ് get adequate raw materials, quality raw materials, and we should also collect the necessary machinery and other equipments and all surroundings should be there. അല്ലേ, അത് ആ ഒരു നെറ്റ്വർക്ക് ആ ഒരു തുടക്കമൊക്കെ ആയിരിക്കണം. നമ്മൾ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ആൾ നല്ല റോ മെറ്റീരിയൽസ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നല്ല നോർമൽ പ്രൈസിൽ നമുക്കത് കിട്ടണം. കിട്ടിയാൽ തന്നെയാണ് നമുക്ക് നല്ല രീതിയിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലേ, റോ മെറ്റീരിയൽസ് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റോ മെറ്റീരിയൽസിനെ പ്രോസസ്സ് ചെയ്ത് നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് ആക്കി മാറ്റുന്നു. ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് ആക്കി മാറ്റുമ്പോൾ തന്നെ അത് കൃത്യമായിരിക്കണം. നല്ല മെഷീനറി യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ നല്ല സിസ്റ്റത്തിലൂടെ പ്രൊഡക്ഷൻ സിസ്റ്റത്തിലൂടെ കടത്തി വിട്ടിട്ട് വേണം അതെന്ത് ചെയ്യാൻ ഉണ്ടാക്കാനായിട്ട്. എന്നാലേ നമുക്ക് ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് നമുക്ക് കിട്ടുള്ളൂ. അവിടെയും ആ ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ആ ക്വാളിറ്റി എന്ന് പറയുന്ന സംഭവം നമ്മൾ നോക്കണം. ഇനി ക്വാളിറ്റിയുള്ള സാധനം നമുക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കണം. സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ആഡിക്വേറ്റ് ആയിട്ടുള്ളൊരു വെയർ ഹൗസിങ് ഓർ സ്റ്റോറേജ് ഫെസിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ആൻഡ് അറ്റ് ദി സെയിം ടൈം വി ഷുഡ് ടേക്ക് ആഡിക്വേറ്റ് ഇൻഷുറൻസ് പോളിസീസ്. അല്ലേ, നമുക്ക് ഈ സാധനങ്ങൾ നശിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ഒരുപാട് പൈസ നമ്മുടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എൻ്റെ ബേസിസിൽ നമുക്ക് ആ ഒരു ഇൻഷുറൻസ് സ്കീമിൽ നമ്മൾ ചേരേണ്ടതാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആവശ്യത്തിന് കോമ്പൻസേഷൻ നമുക്ക് അവിടെ എന്തെങ്കിലും കിട്ടും. അപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ചത് ആവശ്യ സമയമാകുമ്പോൾ നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അല്ലെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യം, പ്രൈസിങ്ങിൻ്റെ കാര്യം, ഇതൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അല്ലേ, അവർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ട്സ്, അവർക്ക് കൊടുക്കുന്ന ബാക്കി അലവൻസുകൾ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതിനൊക്കെ ശേഷമാണ് അത് ആരിലേക്ക് എത്തുന്നത്, കൺസ്യൂമേഴ്സിലേക്ക് എത്തുന്നത്. കൺസ്യൂമറിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടും അത് കഴിഞ്ഞു, ആ പ്രോസസ്സിങ് അവസാനിച്ചു എന്ന് നമ്മൾ കരുതരുത്. ദെയർ ആർ ആഫ്റ്റർ സെയിൽ സർവീസസ് ഓൾസോ. അല്ലേ, ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുന്നൊരു സർവീസ് അവിടെയുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നെറ്റ്വർക്കാണത്.
അത് തുടക്കം ശരിയായാലാണ് ഒടുക്കം വരെ നമുക്കത് ശരിയായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. തുടക്കത്തിൽ തന്നെ റോ മെറ്റീരിയൽസ് വാങ്ങിച്ചപ്പോൾ തന്നെ അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവസാനം വരെ നിലനിൽക്കും അല്ലേ. റോ മെറ്റീരിയൽസ് വാങ്ങിച്ചത് ഇൻഫീരിയർ ക്വാളിറ്റി റോ മെറ്റീരിയലാണ് നമ്മൾ വാങ്ങിച്ചത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീനെ ബാധിക്കും അല്ലേ. വാല്യൂ അവിടെ നമുക്ക് എന്താ പറയുക ചോർന്നു പോയി എന്ന് നമുക്ക് കരുതേണ്ടി വരും. ഇനി ഈ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് പ്രൈസിങ്ങിൽ ചിലപ്പോൾ സഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ വീണ്ടും വാല്യൂ കുറഞ്ഞു. ഇനി പ്രൈസ് നമുക്ക് സഫർ ചെയ്യേണ്ടി വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഒന്നിനും ചിലപ്പോൾ നമ്മൾ പ്രൈസ് വളരെ കൂട്ടിയിടേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് വളരെ കുറച്ചിടേണ്ടി വരും ആരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ കൺസ്യൂമേഴ്സിന്. ഇനി ആ പ്രൈസിങ് ശരിയായിട്ടില്ല എന്ന് നമുക്ക് തന്നെ ഒരു ബോധ്യമുണ്ട്. അപ്പോൾ അവിടുത്തെ വാല്യൂ നമ്മുടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ആ പ്രൈസിങ് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഒരിക്കലും ശരിയാവില്ല. അപ്പോൾ ഈ ഒരു സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് ഇവിടെ എല്ലായിടത്തും നടക്കുന്നത് സപ്ലൈ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലല്ലേ. റോ മെറ്റീരിയൽസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷനിലേക്ക്, ഇതൊക്കെ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ, സപ്ലൈ ചെയിൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെയൊക്കെ വാല്യൂ ആണ് നമ്മൾ ഇമ്പോർട്ടൻസ്. ഇവിടെയൊക്കെ ഉണ്ട് വാല്യൂ. ഓരോ പ്ലേസിലും നമുക്ക് വാല്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കാണാനായിട്ട് സാധിക്കും. അതേസമയം ഇവിടെ എവിടെയെങ്കിലും ഒരു പാളിച്ച നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്തിനെയാണ് അത് ബാധിക്കുക, വാല്യൂവിനെയാണത് ബാധിക്കുക. നമ്മളുണ്ടാക്കി വിൽക്കുന്ന പ്രോഡക്റ്റിൻ്റെ മൂല്യം, ആ മൂല്യത്തിനെ തീർച്ചയായിട്ടും ആ മൂല്യത്തിലാണ് നമ്മുടെ പ്രൈസും കൺസ്യൂമറിൻ്റെ സാറ്റിസ്ഫാക്ഷനും ഒക്കെ അടങ്ങിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നൊരു സംഭവം മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതൊരു സിസ്റ്റം എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്നുവെന്ന് മാത്രം. പക്ഷേ ഇതൊക്കെ വാല്യൂ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ വളരെയധികം നമ്മളതിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടത് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വാല്യൂ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് അതിലെന്ത് ചെയ്തിട്ടുള്ളത്, ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ മെയിനായിട്ട് നമ്മൾ സപ്ലൈ ചെയിൻ എന്നുള്ള വാക്ക് നിങ്ങൾ മുൻപേ പഠിച്ചിട്ടുള്ളതാണ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, സപ്ലൈ ചെയിൻ, ആ ഒരു സപ്ലൈ ചെയിൻ്റെ ഭാഗമായിട്ടാണ്, ഒരു ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള സാധനമാണ് ഈ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ട്. ഈ സപ്ലൈ ചെയിനിനെ എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുക. അവിടെ മെയിനായിട്ട് വരുന്നത് ട്രാൻസ്പോർട്ടേഷനും അതോടൊപ്പം തന്നെ സ്റ്റോറേജും ഇൻവെൻട്രിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിനായിട്ട് അവിടെ. ഏത് രീതിയിൽ ഇപ്പോൾ റോ മെറ്റീരിയൽസ് വാങ്ങിച്ചു, നമ്മളതെന്താ ചെയ്യുക, നേരെ പ്രൊഡക്ഷനിലേക്ക് പോവുക ചെയ്യുക അല്ല. റോ മെറ്റീരിയൽസ് വാങ്ങിച്ചാൽ കുറേയൊക്കെ നമ്മളവിടെ സൂക്ഷിച്ച് വയ്ക്കും, നമ്മൾ സ്റ്റോറിലെടുത്ത് വയ്ക്കും അല്ല, എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് കൊടുക്കുള്ളൂ. ഇനി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലോ നമ്മൾ ചിലപ്പോൾ ഇടയ്ക്ക് കുറച്ച് സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ എന്താ ചെയ്യുക, അപ്പം തന്നെ എല്ലാം കൂടെ ഒറ്റയടിക്ക് ഫിനിഷ്ഡ് ആക്കുക ചെയ്യുക അല്ല. സെമി ഫിനിഷ്ഡിന് നമ്മൾ വീണ്ടും സ്റ്റോർ ചെയ്യും. അവസാനം അത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കുന്നത് ആവശ്യമുള്ള സമയത്തിൽ മാത്രമാണ്. ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് ആക്കിയതിന് ശേഷം വീണ്ടും നമുക്കതിൻ്റെ ആവശ്യം എന്ത് വരുന്നു. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, ഇൻവെൻട്രി, ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള സപ്ലൈ ചെയിൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വാല്യൂവിനെ ബാധിക്കുന്നതാണ്. വാല്യൂവിൻ്റെ ഒരു നെറ്റ്വർക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, കരുതേണ്ടതുണ്ട്. അതിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട, ഈ വാല്യൂ നെറ്റ്വർക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാല്യൂ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വി ക്യാൻ സീ ദ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് ചാനൽസ്. മാർക്കറ്റിംഗ് ചാനലിൻ്റെ ഫങ്ഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രൊഡ്യൂസേഴ്സിനെ ഒരുപാട് റിലീവ് ചെയ്യുന്നുണ്ട് അവർ അല്ലേ. ഈ മാർക്കറ്റിംഗ് ചാനലിലുള്ളവർ അവരെന്തൊക്കെയാണ് ചെയ്യണത്, ചിലപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും. പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയിട്ട് പ്രോഡക്റ്റുകൾക്ക് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത് ആരാ, മാർക്കറ്റിംഗ് ചാനലിലുള്ള ആൾക്കാരാണ്. മാക്സിമം അതിന് പ്രചാരം കൊടുക്കുന്നതും. അതുമാത്രമല്ല, കൺസ്യൂമേഴ്സിൻ്റെ ആ ഒരു നീഡ്സ്, പ്രിഫറൻസ് അത് നേരിട്ട് അറിയാനുള്ള അവസരം ആർക്കുണ്ട്, മാർക്കറ്റിംഗ് ചാനലിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ പ്രൊഡ്യൂസറേക്കാളും കൂടുതൽ ഹോൾസെയിലേഴ്സിനും റീറ്റെയിലേഴ്സിനാണ് ആരെ ഫേസ് ടു ഫേസ് കാണാൻ പറ്റുക, കൺസ്യൂമേഴ്സിനെ. തീർച്ചയായിട്ടും കൺസ്യൂമേഴ്സിൻ്റെ ആ ഒരു വികാര വിചാരങ്ങൾ തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ആർക്ക് തന്നെയാണ്,
മാർക്കറ്റിംഗ് ചാനലിലുള്ള ആൾക്കാർക്കാണ് അല്ലേ. അവർക്ക് എന്താണ് ആവശ്യം, എന്താണ് അവരുടെ നീഡ്, അവർക്ക് എന്തൊക്കെ കംപ്ലയിൻസ് ഉണ്ട്, ആ കംപ്ലയിൻസ് എങ്ങനെയാണ് പരിഹരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുക അല്ലേ, അവരുടെ പുതിയ വാണ്ട്സ് നീഡ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്തിലൂടെ സാധിക്കും, ഈ ഒരു ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ കുറച്ച് ഫങ്ഷൻസ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ ഈസ് ഗ്യാതറിങ് ഓഫ് ഇൻഫർമേഷനെ ഗ്യാദർ ചെയ്യുക, അതായത് മാർക്കറ്റിൽ എന്താണ് ഇപ്പോൾ സ്ഥിതിവിശേഷം, അവിടുത്തെ ട്രെൻഡുകൾ എന്തൊക്കെയാണ്, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള ഇൻഫർമേഷൻ, കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻഫർമേഷൻ എന്തൊക്കെയാണ്, ഇതൊക്കെ ഗ്യാദർ ചെയ്യേണ്ടത് ആരാണ്, മാർക്കറ്റിംഗ് ചാനലിലുള്ള ആൾക്കാരാണ്. നെക്സ്റ്റ് വൺ പ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മുടെ പ്രോഡക്റ്റുകളെ, ചാനലിലുള്ള പ്രോഡക്റ്റുകളെ മാക്സിമം ബൂസ്റ്റ് ചെയ്യുക, മാക്സിമം അതിനെ പ്രൊമോട്ട് ചെയ്യുക, മാക്സിമം അതിനുവേണ്ടി അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക. ഇതാരുടെ ഡ്യൂട്ടിയാണ്, ആര് ചെയ്യേണ്ട ഫംഗ്ഷനാണ്, ചാനൽ ചെയ്യേണ്ട ഫംഗ്ഷനാണ്. നെക്സ്റ്റ് വൺ കോണ്ടാക്റ്റിംഗ് വിത്ത് ദ കൺസ്യൂമേഴ്സായിട്ട് പേഴ്സണൽ കോണ്ടാക്റ്റുകളിൽ കോണ്ടാക്ട് അറ്റ് ദ സെയിം ടൈം കോൺട്രാക്റ്റ് മാത്രമല്ല, വേണ്ട സമയത്ത് അവരുമായിട്ട് കരാറുകളിൽ ഏർപ്പെടേണ്ട സമയത്ത് ആരെന്നെയാണ് അതിന് മുന്നിട്ട് ഇറങ്ങേണ്ടത്, ചാനലിലുള്ള ആൾക്കാർ തന്നെയാണ്. പ്ലേസിങ് ഓഫ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം, മാനുഫാക്ചറേഴ്സായിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത്. മെർച്ചൻഡൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയറുടെ നീഡ്സിനനുസരിച്ച് പ്രൊഡക്റ്റിൽ എന്തൊക്കെ ചേഞ്ചസ് വേണമെന്നുള്ളത് മാനുഫാക്ചറിന് എന്ത് ചെയ്യുക, ബോധ്യപ്പെടുത്തുക. ന്യൂ പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ചിലപ്പോൾ പുതിയ പ്രോഡക്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് അത് ചിലപ്പോൾ ഡെമോൺസ്ട്രേഷനൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരും, എന്നാലാണ് അവർക്ക് മനസ്സിലാവുള്ളൂ ഇന്ന രീതിയിലാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പോൾ അതിനനുസരിച്ച് കൊടുക്കുക. അതുപോലെ ഫിനാൻസിങ്, റിസ്ക് ബെയറിങ്, പ്രൊഡ്യൂസറിൻ്റെ ഒരു പകുതി റിസ്കോളം എവിടേക്ക് പോകുന്നുണ്ട്, ചാനലുള്ളവർക്ക് പോകുന്നുണ്ട്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, നെഗോഷിയേഷൻ എന്ന് വെച്ചാൽ പരസ്പരം സംസാരിച്ചുകൊണ്ട് പ്രൊഡ്യൂസറും കൺസ്യൂമേഴ്സുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അത് ഒട്ടും അതിന് മോശം വരാതെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ആരുടെ ചർച്ചകളിലൂടെയാണ് ഈ ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും ഒക്കെ ആയിട്ട് നടത്തുന്ന. അതുപോലെ തന്നെ സെയിൽസ്മാൻഷിപ്പ്, ആഫ്റ്റർ സെയിൽ സർവീസസ്, സെയിൽസ് ഫോർകാസ്റ്റിംഗ്, ഇതൊക്കെ ഒരുപാട് ടേംസ് നമ്മളിവിടെ കണ്ടു. ഇതൊക്കെ ആര് ചെയ്തു കൊടുക്കുന്ന സർവീസുകളാണ്, ഈ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിലുള്ള ആൾക്കാർ ചെയ്തു കൊടുക്കുന്ന സർവീസുകളാണ്. ഓക്കെ, ഇനിയും നമുക്ക് ചാനലിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ലെവൽസ് ഓഫ് ചാനലിലുള്ള മെയിനായിട്ടുള്ള ആൾക്കാർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോൾസെയിലേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ്, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യാം, പഠിക്കാം. തൽക്കാലം നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്താം. ഓക്കെ, ഇപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു. അതോടൊപ്പം തന്നെ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. അതിൻ്റെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ തന്നെ ഒബ്ജക്റ്റീവ്സും ഇമ്പോർട്ടൻസും പഠിച്ചു അല്ലേ. അതുപോലെ തന്നെ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിലെ ഒരു വാല്യൂ നെറ്റ്വർക്ക്സ് എന്ന് എന്തുകൊണ്ടാണ് നമ്മളതിനെ റെഫർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. വളരെ ഈസി ആയിട്ട് പഠിച്ചു പോകാവുന്ന ടോപ്പിക്കുകളാണ്. യു ജസ്റ്റ് റീഡ് യുവർ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചു നോക്കുക. മാർക്കറ്റിംഗ് അല്ലേ, എളുപ്പമല്ലേ, സോ വായിക്കണ്ട എന്നൊരിക്കലും വിചാരിക്കരുത്. എല്ലാവരും നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക്, അതിൻ്റെ പോയിൻറ്റ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസിങ് ആവാവുന്ന പോയിൻറ്റ്സാണ്. സോ ക്ലിയർ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തുക. സോ വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.